റീച്ച് കുറയുമ്പോൾ കാണിക്കുന്ന ഈ ഉഡായിപ്പ് ഉണ്ടല്ലോ, ഈ ഉഡായിപ്പ് ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ടി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗറുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ അവർക്കെതിരെ ചെയ്തതാണ്. ഇന്നിങ്ങനെ അവരുടെ വീഡിയോ നോക്കുമ്പോഴാണ് മറ്റൊരു വ്ളോഗർ ഒരു കാര്യം ചെയ്തിട്ട് കാണുന്നത്. ഏതായാലും അങ്ങനെ ഞാൻ പോയിട്ട് ടി ഫാമിലീൻ്റെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈയിടെയായിട്ട് അവർക്കെന്ന് പറഞ്ഞാൽ റീച്ച് വളരെ കുറവാണ്. എല്ലാ വീഡിയോക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50K 30K 20K 14K വരെ ഓടിയ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇത് റീച്ച് കുറഞ്ഞുകൊണ്ടിരിക്കലാണ്. കാരണം അവരുടെ ആ ഒരു കുട്ടിയുടെ മരണശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പരിഹസിച്ചിട്ടുണ്ട്, അതുപോലെ വിമർശിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അവരുടെ ഭാഗത്ത് കൂടിയിട്ടുണ്ട്, ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിലും ഇത് വേണമായിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോക്ക് നല്ല രീതിയിലുള്ള ഇടിവ് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോഴല്ലേ നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് സാധാരണ എന്താണ് ചെയ്യുക, ഇടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇടിച്ച് പരത്തിയിട്ടെങ്കിലും അവരുടെ റീച്ച് കൂട്ടാൻ നോക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഈ ടി ഫാമിലി എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ് എന്താണ്. അതായത് ആ സ്ത്രീക്ക് കുറച്ച് വയസ്സ് കൂടുതലാണ്, അതുപോലെ ഈ പയ്യനാണെങ്കിൽ കുറച്ച് വയസ്സ് കുറവാണ്. അത് തന്നെയാണ് അവരുടെ ഒരു വീഡിയോ കാണാനും എല്ലാവരെയും ഈ പ്രചോദനം നൽകുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ വേറെ അവരുടെ കണ്ടൻറ്റുകളോ അവർക്കൊരു വലിയ സംഭവങ്ങളോ ഇതൊന്നുമല്ല. അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പ്രായം, അതുപോലെ ഇവനാണെങ്കിലും മകനെ പോലെയുണ്ട്, ആ മകൻ്റെ പ്രായമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വരുന്ന കമൻറ്റുകൾ ഇത് തന്നെയാണ്. ഏതായാലും ഈ പ്രായത്തിനെയോ അതുപോലെ തന്നെ ആ സ്ത്രീയെയോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടേതായ ജീവിതം ജീവിക്കുന്നതാണ്. പക്ഷെ അവനോട് എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഈ കല്യാണം നടത്തിയത്. പക്ഷെ അവൻ്റെ വീഡിയോയിൽ പല സ്ഥലങ്ങളിലും എനിക്ക് കാണാൻ കഴിയുന്നത് അവൻ ഈ സ്ത്രീയോട് വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെ പരമാവധി ഇടിച്ച് താഴ്ത്താനും അതുപോലെ തന്നെ ഇവരെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവനൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്ന് കൊടുക്കുന്നത് പോലെയും എനിക്ക് തോന്നാറുണ്ട്. അതായത് അവരൊറ്റയ്ക്ക് പിന്നെ എന്താ പറയുക വിവാഹ മോചിതയാണ്, അങ്ങനെ ആരുമില്ലാത്ത ഒരു സമയത്താണ് ഇവൻ കല്യാണം കഴിച്ചത്. പക്ഷെ അത് വേണമായിരുന്നോ എന്ന് പോലും എനിക്ക് അന്നൊക്കെ തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും അത് തോന്നുന്നുണ്ട്. കാരണം കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോഴിവരിങ്ങനെ പ്രായത്തിൻ്റെ കണക്കൊക്കെയാണ് ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ പറയുന്നത്. അതായത് പ്രായം എന്തായി, പിന്നെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അധികം വാരി തിന്നിട്ട് ഷുഗർ വരും. അത് ശരിയാണ്. നമ്മളിനി എന്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ പ്രായമാകും. ആ പ്രായമാകുമ്പോഴാണ് നമ്മളെല്ലാവരുടെയും തനി സ്വരൂപം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കുമ്പോൾ ഈ പുരുഷനേക്കാൾ ഒരു 10 വയസ്സോ ഇല്ല ഒരു 5 വയസ്സോ കുറവായിരിക്കും സ്ത്രീക്ക്. ഇത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത് പിന്നെ വേറെ ഒന്നിനുമല്ല. അതായത് ഈ സ്ത്രീക്ക് ഈ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 60 വയസ്സായി കഴിഞ്ഞാലും ഇയാൾ എങ്ങായി നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ 60 വയസ്സാകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു യൗവനം എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കുറച്ച് പ്രായം കുറഞ്ഞ ഇത് വേണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവർ രണ്ടുപേരും ആ മാനസികതയിൽ തന്നെ പോകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പയ്യൻ്റെ കാര്യം. ഇവൻ ഇപ്പോഴേ പ്രായം കൂടുതലല്ലേ ഷെഫിയെ എന്നിങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവൻ്റെ മനസ്സിൽ വല്ലതും വെച്ചിട്ടാണോ ഇവൻ പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രായം കൊണ്ടും അതുപോലെ തന്നെ അങ്ങനെ പ്രാങ്ക് ചെയ്തിട്ടും ഒക്കെയാണ് ഇവരുടെ വീഡിയോ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ അവനറിയാം ഒരുപാട് പേര് വിമർശിക്കും, ഒരുപാട് പേര് അവനെ തെറി വിളിക്കും, അതുപോലെ ഒരുപാട് പേര് അവരുടെ ഭാഗത്ത് നിൽക്കും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴും അവർക്കത് റീച്ച് തന്നെയാണ്. ഇവർക്കൊക്കെ വേണ്ടത് റീച്ചാണ്. എന്ത് കളി കളിച്ചിട്ടായാലും വേണ്ടില്ല നമ്മളെ അക്കൗണ്ടിൽ ഇച്ചിരി പൈസ ഉണ്ടാക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പ്രായത്തിനെ പറ്റിയിട്ടുള്ള പറഞ്ഞിട്ടൊരു വീഡിയോ ഇടണോ? ഇവനറിയാലോ ഈ സ്ത്രീയുടെ പ്രായം എന്താണെന്ന്, ഇവന് കൃത്യമായിട്ട് അറിയില്ലേ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു പ്രസവത്തിൻ്റെ ആ ഒരു സംഭവം, അതായത് ഇവരുടെ കുഞ്ഞ് മരിച്ചു പോയതാണ്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താണ് പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക്കാണ്. അതായത് കുറച്ച് പ്രായം കൂടിക്കഴിഞ്ഞാൽ ഈ പിന്നെ സ്ത്രീയുടെ ജീവന് വരെ അപകടത്തിലാണ്. എന്നിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാർ അതൊന്നും വകവെക്കാതെ അതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നീട് നമ്മളെല്ലാവരും കണ്ടതാണ്, എല്ലാവരും പറഞ്ഞതുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ടി ഫാമിലി എന്ന് പറയുന്ന ഈ ഷെഫിയും അതുപോലെ തന്നെ ആ പയ്യനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ രണ്ടും ഏതായാലും കല്യാണം കഴിച്ചു, ഇപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതങ്ങനെ തുടർന്ന് ചെയ്യുക. അല്ലാതെ മറ്റൊരാളെ നിനക്ക് വയസ്സാകുന്നു, അല്ലെങ്കിൽ നിനക്ക് ഷുഗർ വരും, നിനക്കല്ലെങ്കിൽ ഇത് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഉള്ള കാര്യം ഞാൻ നിന്നോട് പറയാം. അതായത് നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയോട് ചെറിയൊരു ബഹുമാനമുണ്ട്.
അത് ആ ഉള്ളത് കൊണ്ടാണ് നിന്നെയും കൂടി ബഹുമാനിക്കുന്നത്. അതില്ലാതാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരൊരു പാവമാണ്, നീ തന്നെയല്ലേ അവരെ പ്രലോഭിപ്പിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അല്ലാതെ അവരായിട്ട് എടുത്ത തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നോട് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിനക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് നിങ്ങൾ രണ്ടും ജീവിതം ആരംഭിച്ചത്. എന്നിട്ട് ഇപ്പോഴും ഷുഗർ വരും, അല്ലെങ്കിൽ പ്രായം വരും, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ, ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊക്കെ ദേഷ്യമാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ഈ പ്രായത്തിൻ്റെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഴയ പോലെ പ്രാങ്ക് ചെയ്യുകയോ, പിന്നെന്ന് പറഞ്ഞാൽ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞിട്ടാലും ഇരിക്കും. എല്ലാ പ്രാവശ്യവും 1 മില്യൺ അടിക്കണം, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും 500K അടിക്കണം എന്ന് വിചാരിച്ച് നിന്നാലൊന്നും കാര്യങ്ങൾ നടക്കൂല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 14K ഉണ്ടാവുള്ളൂ. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം വരും, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ സാധാരണ ഫാമിലി വ്ളോഗ് എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാ ഫാമിലി വ്ളോഗും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഒരു സ്ത്രീയായിരുന്നു സ്വന്തം ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് കാണിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയുള്ള വ്ളോഗർമാർ വരെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് ആ സ്ത്രീക്ക് പ്രായം കൂടുതലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പയ്യനാണെങ്കിൽ കുറച്ച് പ്രായം കുറവാണെന്നറിയാം. പിന്നെ അവൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ അതുപോലെ തന്നെ അവരെ വിമർശിച്ചുകൊണ്ട് ആരും കമൻ്റ് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഇത് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളൂ. കാരണം അവർ ജീവിച്ചോട്ടെ, അവരവരുടെ സന്തോഷത്തിൽ ജീവിച്ചോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാട് ശത്രുക്കളുമുണ്ട്. അതായത് ഈ ഷെഫി എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതായത് അവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതാരാണ് ശത്രുക്കൾ, എവിടെ നിന്നാണ് ഇതൊക്കെ എഴുതി വിടുന്നത് എന്ന് നമ്മൾ അങ്ങൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവരൊരു വിവാഹ ബന്ധത്തിലുള്ളതായിരുന്നു. അവിടെ നിന്നും പരാജയപ്പെട്ടതിന് ശേഷമാണ് അവർ വിവാഹമോചനം നേടിയതും ഇവനെ കല്യാണം കഴിച്ചതും. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടും ഒരുപാടെണ്ണം നീ ഒളിച്ചോടിയതല്ലടി എന്നുള്ള പല്ലവികൾ ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം. അതായത് ആരുടെ ആളാണിത്, എന്താണ് ഇവരുടെ ഉദ്ദേശം, എന്താണ് ഇവരുടെ അസൂയ എന്നൊക്കെ അറിയാം. ഏതായാലും ഇതുവരെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക 3/4 മണിക്കൂറോ ഇല്ല അരമണിക്കൂറോ വ്ളോഗിൽ കാണുന്നത് നല്ല സന്തോഷത്തോടുകൂടി തന്നെയാണ്. പക്ഷേ സന്തോഷം എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ഒരാൾക്കും അറിയില്ല. അതായത് ഈ ചെറുക്കനും ഈ സ്ത്രീയും തമ്മിൽ ഇപ്പോഴും നല്ല രീതിയിലാണോ ജീവിച്ചു പോകുന്നത്, നല്ല സന്തോഷത്തിലാണോ, അല്ല ഇനി പിരിയാൻ പോവുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പ്രായം അതായത് ഒരു പ്രശ്നം തന്നെയാണ്. ഇനി എന്തൊക്കെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർ പറയും പോടേ എന്ത് പ്രായം വന്നില്ലടേ, ഒരു കുഴപ്പവുമില്ലടേ, നിൻ്റെ മക്കളെ. അതായത് ഈ സോഷ്യൽ മീഡിയേൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ജീവിതം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ പ്രായം ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് പ്രായം നോക്കിയിട്ട് തന്നെ അവർ തമ്മിൽ യോജിക്കണം എന്ന് പണ്ടുള്ളവർ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് മനസ്സിലാവില്ല. ഇപ്പോഴെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷൻ പോലെയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ TT ഫാമിലിയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്ന ഏതൊരു പയ്യനും അതായത് എനിക്കും ഇതുപോലെ കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വല്ല വ്ളോഗും ഇട്ട് ജീവിക്കാലോ എന്നാണ് ഇവരുടെയൊക്കെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ വേറെയൊന്നുമല്ല. അതായത് അതേ പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഗർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് 1 വർഷത്തേക്കുള്ള കണ്ടൻറ്റുമായി. ഇതാണ് ഇപ്പോഴും പല ഫാമിലി വ്ളോഗേഴ്സും നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കല്യാണം കഴിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിച്ച മക്കളെ. അതായത് എല്ലാവരും അങ്ങ് സന്തോഷത്തിലാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഈ വീഡിയോയിൽ അതായത് ഈ TT ഫാമിലിൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയ തോതിലുള്ള ഓരോ ഒരസലും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടാ, കാരണം ഇതങ്ങനെ തന്നെയാണ് വരികയുള്ളൂ എന്നും നമുക്കറിയാം. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു വലിയ സംഭവമൊന്നും ആക്കി എടുക്കണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ കമൻറ്റ് അതുപോലെ തന്നെ ഓരോ ലൈക്കും. നന്ദി, നമസ്കാരം.